നമസ്കാരം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് ശ്രീമതി അഡ്വക്കേറ്റ് ലാലി വിൻസെൻ്റ് ആണ്. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദ്യ വനിതാ വൈസ് പ്രസിഡന്റും കേരള ഹൈക്കോടതിയിലെ ഗവൺമെൻറ് പ്ലീഡറും മുൻ കൗൺസിലറുമായി സേവനമനുഷ്ഠിച്ചിട്ടുള്ള മഹത് വ്യക്തിത്വമാണ് ശ്രീമതി ലാലി വിൻസെൻ്റ്. നിയമം, ഭരണനിർവഹണം, രാഷ്ട്രീയം എന്നിവയിൽ വർഷങ്ങളോളമുള്ള അനുഭവസമ്പത്തും നേതൃത്വ ഗുണങ്ങളും പൊതുസേവനവും സംബന്ധിച്ച തൻ്റെ കാഴ്ചപ്പാട് നമ്മളോട് പങ്കുവെക്കുവാനായി നമ്മോടൊപ്പം തൻ്റെ വിലയേറിയ സമയം മാറ്റിവെച്ച മാമിനോട് ആദ്യം തന്നെ നന്ദി പറയുന്നു. സ്വാഗതം മാഡം. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടന്നാലോ? പൊതുജീവിതത്തിലേക്കും രാഷ്ട്രീയത്തിലേക്കും കടക്കാൻ മാഡത്തിന് പ്രചോദനമായത് എന്താണെന്ന് പറയുന്നു? 16 വയസ്സിലാണ് എൻ്റെ കല്യാണം. കല്യാണത്തിന് മുമ്പ് ഞാൻ പ്രസംഗ മത്സരങ്ങൾക്കൊക്കെ ധാരാളം പോവുകയും സമ്മാനങ്ങൾ വാങ്ങുകയും ചെയ്യുന്ന കുട്ടിയായിരുന്നു. അപ്പോൾ പ്രസംഗിക്കാനുള്ള തയ്യാറെടുപ്പിൽ ധാരാളം വായിക്കുമായിരുന്നു. നാച്ചുറലി 8ാം ക്ലാസ്, 9ാം ക്ലാസ്, 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ച സാമൂഹ്യ പാഠത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവും വിപ്ലവവും അതെല്ലാം നമുക്ക് കേട്ടിട്ട് നമ്മൾ വളരെ ഇൻസ്പയർഡായിരുന്നു. കല്യാണം കഴിഞ്ഞ ഉടനെ എൻ്റെ ഭർത്താവ് എന്നോട് പറഞ്ഞു, നീ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കേണ്ട ആളാണ്, അതുകൊണ്ട് KSUവിൽ ചേരണമെന്ന് പറഞ്ഞു. അങ്ങനെ 1977 KSUവിൽ ചേർന്നു, മഹാരാജാസ് കോളേജിൽ. 78-79 മഹാരാജാസ് കോളേജിലെ കോളേജ് യൂണിയൻ്റെ വൈസ് പ്രസിഡൻ്റായി, വൈസ് ചെയർമാൻ ആയി തിരഞ്ഞെടുത്തു. 28 വർഷത്തിന് മുമ്പ് കോൺഗ്രസിൻ്റെ കുട്ടികൾ അവിടെ KSUവിൻ്റെ പതാക ഉയർത്തിയതാണ്. പിന്നെ 28 വർഷത്തിന് ശേഷമാണ് പിന്നെ ഒരു ചെയർമാൻ ഉണ്ടാകുന്നത് മഹാരാജാസ് കോളേജിൽ. ഞാൻ മത്സരിക്കുന്ന ആ വർഷത്തിൻ്റെ നെക്സ്റ്റ് ഇയറിലാണ് വേണു ചെയർമാനാകുന്നത്. ഞാൻ മത്സരിച്ച കൊല്ലം ചെയർമാൻ ഒഴികെ ബാക്കി എല്ലാ സീറ്റുകളും ഞങ്ങൾക്ക് കിട്ടി. അപ്പോൾ വൈസ് ചെയർമാനായ ഞാനാണ് കോളേജ് യൂണിയൻ റൺ ചെയ്യേണ്ടത്. ചെയർമാൻ വരുമൊന്നുമില്ല, കാരണം ചെയർമാൻ SFI കുട്ടിയാണല്ലോ, വരില്ല. ബാക്കിയെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അതാണ് എൻ്റെ ആദ്യത്തെ ട്രെയിനിങ്ങും പാഠവും ഇൻസ്പിറേഷനും എല്ലാം. ഭർത്താവ് രാഷ്ട്രീയത്തിൽ വരണമെന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ വരില്ലായിരുന്നു. കടപ്പാട് അദ്ദേഹത്തോടാണ്. ഒരു സ്ത്രീയായ നിയമരംഗത്തും രാഷ്ട്രീയത്തിലും പ്രവർത്തിക്കുമ്പോൾ മാഡം ആദ്യകാലങ്ങളിൽ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളികൾ എന്തായിരുന്നു? എനിക്ക് വെല്ലുവിളികൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. വെല്ലുവിളി ഇല്ലെങ്കിൽ ഞാനില്ല. കാരണം 16 വയസ്സിൽ കല്യാണം കഴിക്കുന്ന കുട്ടി ഒരു ഗ്രാമത്തിൽ നിന്ന് പഠിക്കാൻ വരുന്നത് ആദ്യത്തെ വെല്ലുവിളിയാണ്. രണ്ടാമത്തെ വെല്ലുവിളി ഗർഭമായിരിക്കുമ്പോൾ വയറും ചുമന്ന് കോളേജിൽ പോകുന്നത്. മൂന്നാമത്തെ വെല്ലുവിളി തെറ്റേ എന്ന് കണ്ടാൽ തെറ്റേ എന്ന് പറയും, മുഖം നോക്കാതെ പറയും. ഓട്ടോമാറ്റിക്കലി ശത്രുക്കളുണ്ടാവും. പിന്നെ അതങ്ങനെ പ്രശ്നമാകും, അങ്ങനെ തർക്കമാകും, വഴക്കാകും. അവസാനം നമ്മൾ പറഞ്ഞത് ശരിയാണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് നമ്മളെക്കൊണ്ട് സാധിക്കും. അതൊരു ശീലമായി മാറി. പിന്നീട് അതങ്ങനെ പല കാര്യങ്ങളുണ്ട്. അങ്ങനെ ഓരോരോ കാര്യങ്ങളിൽ, ഉദാഹരണമായിട്ട് ഞാൻ പ്രസവിക്കുന്നത് 17ാം വയസ്സിലാണ്. പ്രസവം കഴിഞ്ഞിട്ട് വീട്ടുകാർ പറഞ്ഞു, പള്ളിയിലെ അച്ഛൻ ഇങ്ങനെ നമ്മളെ വെഞ്ചരിച്ചിട്ട് വേണം പള്ളിയിൽ കയറാൻ, പ്രസവിച്ച സ്ത്രീകളെ വെഞ്ചരിക്കാതെ പള്ളിയിൽ കയറ്റാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, ഞാൻ ചെയ്ത തെറ്റെന്താ? എന്നെ വെഞ്ചരിക്കേണ്ട, ഞാൻ മിണ്ടാതെ പള്ളിയിൽ കയറും. പാപികളെയും വീഴ്ചയിലുള്ള ആൾക്കാരെയും രക്ഷിക്കാൻ വന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള പള്ളിയിൽ പ്രസവിച്ചതിൻ്റെ പേരിൽ കയറാണ്ടിരിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ 17ാം വയസ്സിൽ ഞാൻ എന്നെ വെഞ്ചരിക്കാതെ പള്ളി കയറിയ ആളാണ്. ഞാൻ അച്ഛനോട് പറഞ്ഞു, എന്നെ വെഞ്ചരിക്കാൻ പറ്റില്ല. ഞാൻ അമ്മയായത് കല്യാണം കഴിച്ച ഭർത്താവിൽ നിന്നാണ്. അത് പിന്നീട് സഭ മാറ്റി. ഈ വെഞ്ചരിക്കൽ പരിപാടി സഭ പിന്നീട് മാറ്റി. അതൊരു പരിവർത്തനത്തിനൊരു കാരണമായി. ഞാൻ ബിഷപ്പിന് കത്തെഴുതുകയൊക്കെ ചെയ്തിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എൻ്റെ വീടിൻ്റെ അടുത്തൊരു നമ്പൂതിരി കുടുംബമുണ്ട്. അവരും പോകുമ്പോൾ നമ്മൾ വഴി മാറിക്കൊടുക്കണം. അവരെ ആ ഭാഗത്തൂടെ വന്നാൽ നമ്മൾ വഴി മാറിക്കൊടുത്തോളണം. ആയ മുമ്പിൽ കൂടെ വന്ന് മാറാൻ പറയും. അപ്പം അന്ന് ഞാൻ 4ലൊക്കെ പഠിക്കുന്ന കാലമാണ്. അന്നേരം നമ്പൂതിരിയെ മുട്ടിയാൽ എന്ത് സംഭവിക്കും? അതാണ് അടുത്ത ചോദ്യം. അങ്ങനെ സമൂഹത്തിലെ ഉച്ചനീചത്വങ്ങളെക്കുറിച്ച് അന്നേ ചിന്തിക്കുമായിരുന്നു. അപ്പോഴാണ് എനിക്ക് എൻ്റെ ഒരു സാധാരണ കുടുംബത്തിലേക്ക് കല്യാണം കഴിച്ചു ചെന്നു. അപ്പോൾ പൈസ ആവശ്യമാണ്, പ്രാരാബ്ധങ്ങളുണ്ട് വീട്ടിൽ. കല്യാണം കഴിച്ച വീട്ടിലും പ്രാരാബ്ധങ്ങളുണ്ട്. നേരം പഠിച്ചു കഴിഞ്ഞ് ഒരു ജോലിക്ക് വേണ്ടി കാത്തിരിക്കാൻ പറ്റില്ല. 8ാം ക്ലാസ്സിൽ വെച്ച് ഞാൻ ആഗ്രഹിച്ചിരുന്നു, എനിക്ക് വക്കീലായാൽ മതിയാകും. കാരണം ദൈവത്തിൻ്റെ ഒരു കൃപ കൊണ്ട് സംസാരിക്കാനറിയാം, പ്രസംഗിക്കാനൊക്കെ പറ്റുന്നുണ്ട്. അങ്ങനെ വക്കീലാകണമെന്ന് ആഗ്രഹിച്ചു. അത് ഡെവലപ്പ് ചെയ്തു. വക്കീലാകാൻ വന്നപ്പോഴും ഈ പറഞ്ഞ പോലെ വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, കുഞ്ഞുങ്ങളെ നോക്കണം, പഠിക്കണം, രാഷ്ട്രീയം. അപ്പോഴും മഹാരാജാസ് കോളേജിൽ നിന്ന് നേരെ ലോ കോളേജിൽ വന്ന് അവിടെയും
ഞാൻ വൈസ് ചെയർമാനായി, KSUവിൻ്റെ പാനലിൽ വൈസ് ചെയർമാനായി. റിട്ടയർ ചെയ്ത ജസ്റ്റിസ് റഹീം പോലെയുള്ള ആളുകൾ, വ്യക്തിത്വങ്ങൾ എൻ്റെ കമ്മിറ്റിയിൽ ഒക്കെ ഇരിക്കുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ കുറേ അനുഭവങ്ങളുണ്ട്. PT തോമസ് MLA, മോനായി, ആൻറ്റോ ആൻ്റണി, ജസ്റ്റിസ് റഹീം, വേറെയും ജഡ്ജിമാർ, അങ്ങനെ ആ ഒരു കാലഘട്ടം അവരെല്ലാം അന്ന് സമകാലീനരാണ്. ശ്രീ ബെന്നി ബെഹനാൻ, അങ്ങനെ ശ്രീ ഡൊമിനിക് പ്രസൻറ്റേഷൻ, അങ്ങനെ ഞങ്ങളുടെ ഒരു കൂട്ടായ്മ തന്നെയുണ്ട്. KSU പ്രവർത്തകരുടെ ഒരു കൂട്ടായ്മ തന്നെ. അതൊരു വലിയ ഇൻസ്പിറേഷനാണ്, പരസ്പരമുള്ളൊരു ഇൻസ്പിറേഷനാണ്. അങ്ങനെ വക്കീലാകാൻ തീരുമാനിച്ചു. LLBക്ക് പഠിച്ചു, വൈസ് ചെയർമാനായി ഇരുന്നു. അതിൻ്റെ ഇടയ്ക്ക് പ്രസവവേദന വന്നു. പ്രസവവേദന സഹിച്ചുകൊണ്ടിരുന്ന് പരീക്ഷ തീർത്ത് പോയി പ്രസവിച്ച ആളാണ് എൻ്റെ മൂന്നാമത്തെ കുട്ടി. അങ്ങനെ പ്രസവമുറിയിലേക്ക് പരീക്ഷാ ഹാളിൽ നിന്ന് പോയ ഒരു ചരിത്രം കൂടെ എനിക്കുണ്ട്. അങ്ങനെ ആ ഒരു കാലഘട്ടത്തിൽ മനസ്സിലാക്കിയൊരു പാഠം, അനീതിയും അക്രമവും കണ്ടാൽ അത് ഉറക്കപ്പറയാനുള്ള ചങ്കൂറ്റം നമുക്കുണ്ടെങ്കിൽ പല അനീതികളും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അതിന് ഏറ്റവും നല്ല ജോലിയും വക്കീൽ പണിയാണ്. പിന്നെ നിയമം നിർമ്മിക്കുന്നത് അസംബ്ലിയിലാണ്, പാർലമെൻറ്റിലാണ്. നിയമം നിർമ്മിക്കുന്നതിന് നിയമവിവരമുള്ളവർ അതിൻ്റെ അകത്തുണ്ടായിരിക്കണമല്ലോ. നമുക്ക് നിയമം അറിയാവുന്നതുകൊണ്ട് നമ്മൾ ഈ നിയമം പറയുകയും ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് നിയമനിർമ്മാണത്തിന് കാരണമാകും. ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് വരുന്നതിന് മുമ്പ് പലതും ഒപ്പീനിയൻ ഞങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. എന്നെപ്പോലെ പലരും ഒപ്പീനിയൻ കൊടുത്തിട്ടുണ്ട്. വനിതാ കമ്മീഷൻ ഉണ്ടാകുന്നതിന് മുമ്പും എന്നെപ്പോലെ പലരും ഒപ്പീനിയൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നാട്ടിലുണ്ടായ നിയമങ്ങളിൽ പലയിടത്തും നമ്മുടെ എല്ലാം ഒപ്പീനിയനുകൾ ഗവൺമെൻറ്റിലേക്ക് അയക്കാൻ സാധിച്ചിട്ടുണ്ട്. കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ ക്ഷേമനിധി ഉണ്ടാക്കുന്നതിന് മുമ്പ് മന്ത്രി കടവൂർ ശിവദാസനായിരിക്കുന്ന സമയത്ത്, ഞാൻ കെട്ടിട നിർമ്മാണ തൊഴിലാളി കോൺഗ്രസ്സിൽ പ്രവർത്തിക്കുന്ന കാലത്ത്, ഞാൻ എൻ്റെ LLB കഴിഞ്ഞ കാലത്ത് ശ്രീ AC ജോസ് തയ്യാറാക്കിയ ഒരു നക്കലുണ്ട്. ആ ബില്ലിൻ്റെ, അതിനുവേണ്ടിയുള്ള ബില്ലിൻ്റെ ആ നക്കൽ കോപ്പിറൈറ്റ് ചെയ്ത് ഞാനാണ് കോപ്പിറൈറ്റ് ചെയ്യുന്നത്. അതിനുവേണ്ടി ലേബർ ലോയൊക്കെ നോക്കി കോപ്പിറൈറ്റ് ചെയ്ത്, ആ കോപ്പിറൈറ്റ് ചെയ്തത് പിന്നെ AC ജോസ് വെറ്റ് ചെയ്ത് എന്നിട്ടാണ് ബില്ലാക്കാൻ കൊടുക്കുന്നതും ശ്രീ കടവൂർ ശിവദാസൻ അത് ബില്ലാക്കി മാറ്റുന്നതും. അങ്ങനെ നിരവധി ഓർമ്മകളുണ്ട്. നമ്മൾ സാമൂഹ്യ പ്രശ്നങ്ങളിൽ ഇടപെട്ട നിരവധി ഓർമ്മകളുണ്ട്. അതെല്ലാം അനുഭവങ്ങളാണ്. അന്നൊക്കെ ശത്രുക്കളുണ്ടാവും, അല്ലെങ്കിൽ ആരെങ്കിലും ദ്രോഹിക്കുമെന്നൊന്നും ചിന്തിച്ചിട്ടില്ല. ഇപ്പോഴും ശത്രുക്കളുണ്ടായാൽ ദ്രോഹിക്കുമെന്ന ഭയമൊന്നും ഇപ്പോഴും ഇല്ല. അന്നെല്ലാം താങ്ങും തണലുമായി കൂടെ നിന്നത് ഭർത്താവായിരുന്നു എന്നത് വലിയൊരു ശക്തിയായിരുന്നു. മാഡം എറണാകുളം ജില്ലാ പ്രോസിക്യൂട്ടറെ വർക്ക് ചെയ്യുന്ന കാലത്ത് നേരിട്ട വെല്ലുവിളികൾ എന്തെല്ലായിരുന്നു? ഒന്നാമത്തത് സ്ത്രീയാണല്ലോ. രണ്ടാമത്തത് ഏറ്റവും പ്രായം കുറഞ്ഞ ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടറും ഗവൺമെൻറ് ലീഡറുമാണ് ഞാൻ. 32 വയസ്സിലാണ് ഞാനാകുന്നത്. ധാരാളം ക്രിമിനൽ കേസുകളുണ്ട്, സെഷൻസ് കേസുകളുണ്ട്, കൊലപാതകം, ബലാത്സംഗം, അങ്ങനെയുള്ള വലിയ വലിയ ശിക്ഷകൾ കൊടുക്കുന്ന വലിയ വലിയ കേസുകളാണ്. കേസുകൾ നടത്തുന്നതിന് പോലീസിൻ്റെ സഹായം അത്യാവശ്യമാണ്. പോലീസ് സഹായിക്കും, അവർ ഫയൽ കൊണ്ടുവരും, നമ്മൾ പഠിക്കും. ആ കാലഘട്ടങ്ങളിൽ അവിടെയാണ് ഒരു സ്ത്രീ ഡിസ്ട്രിക്റ്റ് ഗവൺമെൻറ് ലീഡർ ആയിരിക്കുന്നതിൻ്റെ ഒരു അസ്വസ്ഥത. പുരുഷന്മാരായ എൻ്റെ അവരെല്ലാം അഡീഷണൽ ഗവൺമെൻറ് ലീഡർമാരാണ്, പക്ഷേ ഞാനാണ് മെയിൻ ജില്ലാ പ്രോസിക്യൂട്ടറും ഗവൺമെൻറ് ലീഡറും. അപ്പോൾ അവരിൽ 1-2 പേർ ശരിക്കും മെയിൽ ഷോവനിസം കാണിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവരൊക്കെ സഹകരിച്ചിട്ടുണ്ട്. അവർ മെയിൽ ഷോവനിസം എന്നല്ല പറയേണ്ട, അവർ നന്മകൾ ചെയ്യാൻ മടിച്ചവരാണ്. നന്മകൾ ചെയ്യാൻ മടിച്ചപ്പോൾ നന്മകൾ ചെയ്യാൻ വേണ്ടി അവരോട് കർശനമായ നിലപാടുകൾ സ്വീകരിക്കേണ്ടി വന്നിട്ടുണ്ട് ഓഫീസിൽ. പക്ഷേ ബഹുമാനപ്പെട്ട കോടതിയിലെ എല്ലാ ജഡ്ജിമാരും മറ്റുള്ളവരും വളരെ സഹായിച്ചു. വളരെ പേരെടുത്ത ക്രിമിനൽ ലോയേഴ്സുള്ള ഒരു ജില്ലയാണ് എറണാകുളം ജില്ല. TV പ്രഭാകരൻ, രാമൻ പിള്ള, അങ്ങനെ ജനാർദ്ദനക്കുറുപ്പ്, സുകുമാരൻ നായർ, അങ്ങനെ വലിയ വലിയ എണ്ണം തികഞ്ഞ ക്രിമിനൽ വക്കീലന്മാരാണ് ഡിഫൻസിൽ വരുന്നത്. കേസ് നല്ലോണം പഠിക്കണം, പോലീസിനോട് ഡിസ്കസ് ചെയ്യണം, റെഫർ ചെയ്യണം. ദൈവത്തിൻ്റെ കൃപയാൽ ഞാൻ നടത്തിയ എല്ലാ സെഷൻസ് കേസും സർക്കാർ ജയിച്ചു. ഞാൻ ജയിച്ചു എന്ന് പറയാൻ പാടില്ലല്ലോ. സർക്കാർ ജയിച്ചു, ഞാൻ സർക്കാർ വക്കീലായി ചെയ്തു. അതെൻ്റെ ഒരു റെക്കോർഡാണ്. നടത്തിയ എല്ലാ സെഷൻസ് കേസുകളും ജയിച്ച ഒരു ജില്ലാ പ്രോസിക്യൂട്ടറാണ് ഞാൻ. വെല്ലുവിളി ഉണ്ടായിരുന്നു, അതിലെല്ലാത്തരം വെല്ലുവിളികളും ഉണ്ടായിരുന്നു.
ഒരു സ്ത്രീ ഒരു പദവിയിലിരിക്കുമ്പോൾ അനുഭവിക്കേണ്ട വെല്ലുവിളികൾ, പിന്നെ വീടുമായി ചേർന്ന് കുട്ടികളുടെ പരിപാലനം, സാമൂഹ്യ പ്രവർത്തനം, രാഷ്ട്രീയ പ്രവർത്തനം മുതലായ കാര്യങ്ങളിലുള്ള വെല്ലുവിളികൾ. ആ സമയത്താണ് ഞാൻ ILO കോൺഫറൻസിന് നേപ്പാളിൽ പോകുന്നത്. നേപ്പാളിലെ ILO കോൺഫറൻസിൽ പുരുഷന്മാർക്ക് പ്രസവാവധി കൊടുക്കണം എന്നുള്ള ഒരു തീരുമാനമുണ്ടായി. ആ തീരുമാനത്തിൻ്റെ റെസല്യൂഷൻ സബ്മിറ്റ് ചെയ്ത കമ്മിറ്റിയിലെ മെമ്പർ ഞാനായിരുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാനാണ് ആ റെസല്യൂഷൻ വായിക്കുന്നത്. പിന്നീട് ILO അത് അപ്രൂവ് ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പോൾ ആ കാലഘട്ടങ്ങളിലും നമ്മൾ സാമൂഹ്യ പ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനവും പിന്നെ കോടതി ജോലിയും ചെയ്തുകൊണ്ടിരുന്നു. ഈ ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ് അതിലുള്ള സ്ത്രീകളെ ഉപദ്രവിച്ച കേസുകൾ, പിഞ്ചു കുട്ടികളെ ബലാത്സംഗം ചെയ്ത കേസുകൾ, കിണറ്റിൽ കൊണ്ടുപോയി മലമിട്ട കേസുകൾ, അങ്ങനെയുള്ള ഷെഡ്യൂൾഡ് കാസ്റ്റിനെ ദ്രോഹിക്കുന്ന കേസുകൾ കുറേ നടത്തേണ്ടി വന്നിട്ടുണ്ട്. അതെല്ലാം ഭംഗിയായി നടത്തുമ്പോഴുള്ള അവരുടെ ഒരു അപ്ലിഫ്റ്റ്മെൻറ്റ്, നമ്മൾ ചെയ്യുമ്പോൾ ഇവരെ അപ്ലിഫ്റ്റ് ചെയ്യണമെന്നുള്ള ഒരു മോട്ടോ മനസ്സിൽ വെച്ചിട്ടാണ് ആ കേസുകളൊക്കെ ചെയ്തിട്ടുള്ളത്. പിന്നെ എസെൻഷ്യൽ കമ്മോഡിറ്റീസ്, അങ്ങനെ കുറേ കേസുകൾ. എസെൻഷ്യൽ കമ്മോഡിറ്റീസ് എന്ന് പറയുമ്പോൾ ഭക്ഷ്യസാധനങ്ങളുടെ വിതരണം, റേഷൻ കട, സിവിൽ സപ്ലൈസ് മുതലായ അങ്ങനത്തെ കാര്യങ്ങൾ, അങ്ങനെ എല്ലാം അന്യായങ്ങളെ ചോദ്യം ചെയ്ത് ഗവൺമെൻറ് കൊടുക്കുന്ന കേസാണ് പോലീസ് തയ്യാറാക്കുന്ന കേസ്. കുറ്റവാളികളെ ശിക്ഷിക്കുക എന്നുള്ളത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. നമുക്ക് തരേണ്ട, നമ്മുടെ ലൈഫിന് തരേണ്ട പ്രൊട്ടക്ഷൻ, ആർട്ടിക്കിൾ 21 അനുസരിച്ച് ഇന്ത്യയിലെ ഒരു പൗരന് നൽകേണ്ട പ്രൊട്ടക്ഷൻ, ആ പ്രൊട്ടക്ഷനെ എതിർക്കുന്ന കുറ്റവാളികളെ തടയുക, അവരെ ശിക്ഷിക്കുക എന്നുള്ള ആ ഉത്തരവാദിത്തം മനസ്സിലേറ്റെടുത്തുകൊണ്ടാണ് ജോലി ചെയ്തത്. ഞാൻ ഒരു പ്രതിയെ തൂക്കിക്കൊല്ലാനായിട്ട് വിധിക്കുന്നതിന് കാരണമായ പ്രോസിക്യൂട്ടറാണ്. സാഹചര്യ തെളിവുകൾ മാത്രം വെച്ചുകൊണ്ടാണ് വിധി ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു തൂക്കിക്കൊല്ലാനുള്ള വിധി 10 കൊല്ലത്തിന് മുമ്പ് സംഭവിച്ചിട്ടുണ്ട്. പിന്നെ 10 കൊല്ലത്തിന് ശേഷം ഞാൻ നടത്തിയ കേസിലാണ് സംഭവിക്കുന്നത്. അതൊക്കെ ഒരു വെല്ലുവിളിയാണ് ശരിക്കും. പക്ഷേ ഐ വാസ് എൻജോയിങ് മൈ ഡ്യൂട്ടി. സ്റ്റിൽ ഐ ഹാപ്പിലി റിമെമ്പർ about my experiences. മാഡം KPCC വൈസ് പ്രസിഡന്റായി വർക്ക് ചെയ്യുമ്പോൾ മാഡം എടുത്ത പ്രധാന മുൻഗണനകൾ എന്തെല്ലാമായിരുന്നു? 4 പ്രസിഡന്റുമാരുടെ വൈസ് പ്രസിഡൻ്റായിരുന്നു. ശ്രീ രമേശ് ചെന്നിത്തല, ശ്രീ സുധീരൻ, ശ്രീ മുല്ലപ്പള്ളി, ശ്രീ MM ഹസൻ. എൻ്റെ പ്രയോറിറ്റീസ് അധികവും പാർട്ടിയിൽ തെറ്റുകൾ ചെയ്യുന്ന ആളുകളെ അന്വേഷിക്കുന്ന അന്വേഷണ കമ്മീഷനായിരുന്നു. കുറേ അന്വേഷണ കമ്മീഷനുകൾ എനിക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പ്രധാനപ്പെട്ട പലരുടെയും തെറ്റുകൾ അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കേണ്ട ഉത്തരവാദിത്തം എനിക്കായിരുന്നു. അത് ശത്രുക്കളെ സൃഷ്ടിക്കുന്ന പണിയാണ്. കാരണം പാർട്ടിക്കകത്ത് തന്നെ ശത്രുക്കളെ ഉണ്ടാക്കുന്നതിന് അതിന് കാരണമായിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട പാർട്ടി ഭാരവാഹികൾക്കെതിരെ അന്വേഷിച്ച് റിപ്പോർട്ട് പ്രസിഡൻറ്റിന് കൊടുക്കുകയും പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യുകയും തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കുകയൊക്കെ ചെയ്യുന്നതിന് എൻ്റെ അന്വേഷണ റിപ്പോർട്ട് കാരണമായിട്ടുണ്ട്. അത് 1. 2, സ്ത്രീകളുടെ അപ്ലിഫ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് സെമിനാറുകൾ, ക്യാമ്പുകൾ, കുടുംബയോഗങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമായിരുന്നു. പിന്നെ പാർട്ടിയിലേക്ക് എന്താണ് ജനങ്ങൾക്ക് പറയാനുള്ളത് അത് ജനങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പാർട്ടിയിൽ അറിയിക്കുമായിരുന്നു. തെരഞ്ഞെടുപ്പിന്, അസംബ്ലി തെരഞ്ഞെടുപ്പിന് ആലപ്പുഴയിൽ മത്സരിച്ചതാണ്. ശ്രീ തോമസ് ഐസക്കിനെതിരെയാണ് മത്സരിച്ചത്. ആലപ്പുഴ നിയോജക മണ്ഡലത്തിൽ ഇത്രയും കാലം LDFൻ്റെ ആളുകളും കോൺഗ്രസിൻ്റെ MP-മാരും ഒക്കെ ഉണ്ടായിട്ടും അവിടെ കുടിവെള്ള പ്രശ്നം പരിഹരിച്ചിട്ടില്ല. ഒരു മര്യാദയ്ക്കുള്ള നല്ല റെയിൽവേ ഓവർബ്രിഡ്ജ് അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് ഗ്രാമവാസികൾ നല്ലവരും സ്നേഹമുള്ളവരുമാണ്. നല്ല കനാലുണ്ട്, പുന്നമട കായലുണ്ട്, പിന്നെ നടുക്കുകൂടെ പോകുന്ന വേറൊരു കായലുണ്ട്. അങ്ങനെ വളരെ ബ്യൂട്ടിഫുള്ളായ, ശരിക്കും വെനീസ് എന്ന് വിളിക്കാവുന്ന സ്ഥലമാണ് ആലപ്പുഴ. നല്ല ആളുകളുമാണ്. അവർക്ക് ഒരു അപ്ലിഫ്റ്റ്മെൻറ്റ്, എറണാകുളമൊക്കെ ഡെവലപ്പായതുപോലെ എന്തുകൊണ്ടാണ് ആലപ്പുഴ ഡെവലപ്പാകാത്തതെന്ന് എനിക്ക് അന്നും മനസ്സിലായില്ല. ഇപ്പോഴും എൻ്റെ മനസ്സിൽ അതൊരു ചോദ്യചിഹ്നമാണ്. ജനങ്ങളുടെ ശേഷിയുടെ കുറവാണോ അല്ല മറ്റെന്തെങ്കിലും കാരണങ്ങളാണോ എനിക്കറിഞ്ഞുകൂടാ. ആലപ്പുഴ എറണാകുളത്തേക്കാൾ എത്രയോ ഡെവലപ്ഡായി വരേണ്ട ഒരു സ്ഥലമാണ് എന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. പഴയ വ്യാപാര വാണിജ്യ സാമ്രാട്ടായിരുന്ന കയർ വ്യവസായത്തിലും മത്സ്യബന്ധനത്തിലും ഒക്കെ നിന്നിരുന്ന ആലപ്പുഴ കുറച്ചും കൂടി ഡെവലപ്ഡ് ആകുന്നില്ലല്ലോ എന്നൊരു സങ്കടം എനിക്കുണ്ടായിരുന്നു. അത് ഞാൻ ഇപ്പോഴും എപ്പോഴും പിന്നെ മേൽ അധികാരികളോട് പറയുന്നൊരു കാര്യമാണ്. അവിടെ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടത്
ഈ റെയിൽവേ ഓവർബ്രിഡ്ജ് ഇല്ലാതെ ജനങ്ങൾ മണിക്കൂറുകളോളം ഗേറ്റുകളിൽ കിടക്കുന്നത് എത്രയോ ഉണ്ടെന്നറിയാവോ. ഞാൻ വോട്ട് ചോദിക്കാൻ ഓരോ തവണയും റെയിൽവേ ഈ ഗേറ്റിൽ അടയ്ക്കുമ്പോൾ പോകും. കാരണം അപ്പുറത്തും കുറേ സ്കൂട്ടറുകാരുണ്ടാവും, ഇപ്പുറത്തും കുറേ സ്കൂട്ടറുകാരുണ്ടാവും. എനിക്കൊരു 100 പേരോട് വോട്ട് ചോദിക്കാൻ എളുപ്പമായിരുന്നു. 46 ദിവസമാണ് ഞാൻ ആകെ ആലപ്പുഴയിലുണ്ടായത്. അപ്പോൾ അത് ഒരു വല്ലാത്തൊരു അനുഭവമാണ്. പിന്നെ കുടിവെള്ളമില്ല, എല്ലാവരും ചാമ്പ് പൈപ്പിൽ വെള്ളമെടുക്കാൻ വേണ്ടി പോയി നിൽക്കുന്നൊരു സാഹചര്യമായിരുന്നു. ഇപ്പോൾ കുറേ വ്യത്യാസം വന്നിട്ടുണ്ട്. ശ്രീ KC വേണുഗോപാൽ MP ആയതിനു ശേഷവും MLA ആയതിനു ശേഷവും കുറേ കുടിവെള്ള പദ്ധതികളുടെ സ്കീമുകൾ ഇട്ടിട്ടുണ്ട്. അത് LDFൻ്റെ ഭാരവാഹികളും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഇൻറ്റീരിയർ ഏരിയകളിൽ കുടിവെള്ളം ശരിയല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ അതുപോലെ ശ്മശാനം, നല്ല ഒരു ക്രിമറ്റോറിയം അവിടെ ഞാൻ താമസിച്ച ആ ഭാഗത്തൊന്നും ഇല്ലായിരുന്നു. ഞാൻ താമസിച്ച കനാലിൻ്റെ അടുത്ത്, ഞാൻ താമസിച്ച വീടിൻ്റെ മുൻവശത്ത് പെട്ടി കൊണ്ടുവന്ന് വെച്ചിട്ട് ആ പെട്ടിയിൽ ഒരു പെൺകുട്ടിയുടെ മൃതശരീരം അടക്കം ചെയ്തിട്ട് അവിടെ വെച്ച് കത്തിച്ചിട്ട് കത്തിക്കഴിയുമ്പോൾ ആ ചാരവും വിറകും അസ്ഥിയും എല്ലാം 2 ദിവസം കഴിയുമ്പോൾ എടുത്തുകൊണ്ട് പോവുക. അപ്പോൾ രാവിലെ നമ്മൾ കാണുന്നത്, അത് അവിടെ നിന്ന് മാറ്റുന്നത് വരെ നമ്മൾ കാണുന്നത് ആ പാവ പിടിച്ച ആ പെൺകുട്ടിയുടെ മൃതശരീരത്തിൻ്റെ ആ ഭാഗമാണ് നമ്മൾ കാണുന്നത്. ഒരു ക്രിമറ്റോറിയം ആ ഭാഗത്ത്, പരിസരത്തൊന്നും ഇല്ല. ഞാൻ താമസിച്ച പരിസരത്തൊന്നും ഇല്ല. അങ്ങനത്തെയൊക്കെ സങ്കടങ്ങൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതൊക്കെ പരിഹരിക്കപ്പെടുമായിരിക്കും. അങ്ങനെ പൊതുജീവിതത്തിൽ പിന്നെ എന്താ പറയുക, ബലാത്സംഗം ചെയ്യപ്പെട്ട കുട്ടികൾ, കാണാതായ കുട്ടികൾ, ബലാത്സംഗം ചെയ്യപ്പെടുന്ന അമ്മമാർ, അങ്ങനെ കുറേ എന്നും എന്തെങ്കിലും. കേരളം സമാധാനമുള്ള ഒരു സംസ്ഥാനമാണ് മറ്റ് സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ. ഒറ്റപ്പെട്ട സംഭവങ്ങൾ വന്നാൽ പോലും നമ്മൾ ഇടപെടണം, നമുക്ക് ഇടപെടാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അത് ഇടപെടുകയും ഉറക്കെ പറയുകയും ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഒപ്പോണൻസും ഉണ്ടാകും. അങ്ങനെ ഒപ്പോണൻസിനെ സമ്പാദിക്കുന്നതിൽ ഞാൻ മിടുക്കിയായിരുന്നു എന്നാണ് അതാണ് എൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി. ഞാനത് കണ്ടിട്ട് കാണാത്ത പോലെ പോകില്ല. അത് എത്തേണ്ട ചെവികളിലേക്ക് നമ്മുടെ പ്രതികരണങ്ങൾ എത്തണമെന്ന് വിചാരിച്ച് പ്രതികരണങ്ങളെ അവതരിപ്പിക്കും. ഓട്ടോമാറ്റിക്കലി കുറേ നല്ല കാര്യങ്ങൾ നടക്കും, കുറേ കാര്യങ്ങൾ നടക്കില്ല. അങ്ങനെ അതൊരു വലിയ അനുഭവമായിരുന്നു. നേതാക്കൾക്ക് നിയമമേഖലയിൽ വൈദഗ്ധ്യമുണ്ടായാൽ ഭരണ നിർവഹണം മെച്ചപ്പെടുന്നു മേഡം വിശ്വസിക്കുന്നുണ്ട്? ഉറപ്പായിട്ടും നേതാക്കൾക്ക് നിയമമേഖലയിൽ വൈദഗ്ധ്യം വേണം. കാരണം നിയമമുണ്ടാക്കണ്ടേ, നിയമം നടപടിയാക്കണ്ടേ, പോലീസിന് നിയമം നടത്താനുള്ളതല്ലേ. ഓരോ ഉദ്യോഗസ്ഥന്മാരും നിയമപ്രകാരം വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ നിയമവൈദഗ്ധ്യം വളരെ അത്യാവശ്യമാണ്. മന്ത്രിമാരിൽ പലരും LLB ഒക്കെ പഠിച്ചവരല്ലേ. LLB പഠിച്ചില്ലെങ്കിൽ പോലും അതാത് സമയത്തെ നിയമം സൃഷ്ടിക്കുന്നവരാണ്. ബില്ലുകൾ പാസ്സാക്കുന്നത്, നിയമമുണ്ടാക്കുന്നത്, നിയമം നടപ്പിലാക്കുന്നത്. അത് നിയമത്തെക്കുറിച്ച് ധാരണയില്ലാതെ പറ്റില്ലല്ലോ. ലാസ്റ്റായി നമ്മൾ റാപ്പിഡ് ഫയറിലോട്ടാണ് കിടക്കുന്നത്. ഇന്നത്തെ കേരള രാഷ്ട്രീയത്തെ ഒരു വാക്കിൽ വിവരിക്കാമോ? ജനങ്ങൾ എന്ത് തീരുമാനിക്കുന്നോ ജനങ്ങളുടെ തീരുമാനം അനുസരിച്ച് ഭരണാധികൾ. യഥാ രാജ തഥാ പ്രജ, യഥാ പ്രജ തഥാ രാജ. ഓക്കെ. നേതൃത്വം എന്നതുകൊണ്ട് മാം എന്താണ് അർത്ഥമാക്കുന്നത്? നേതൃത്വം എന്നത് അടിച്ചമർത്തലല്ല, അണികൾക്ക് മാർഗദർശനം കൊടുക്കലാണ്. നേതാവ് ഇടയനായിരിക്കണം. രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്ക് കൊടുക്കാനായിട്ടുള്ള ഒരു മെസ്സേജ് എന്താണ്? നന്മയെ നിലനിർത്തണം, നന്മയെ വളർത്തണം. പൊതുസേവനത്തെ മാം എങ്ങനെയാണ് നിർവചിക്കാൻ ആഗ്രഹിക്കുന്നത്? എൻ്റെ ഉത്തരവാദിത്തമാണ്. മാമിൻ്റെ ഇത്ര നേരത്തെ വിലയേറിയ സമയം തന്നതിന് താങ്ക് യു. താങ്ക് യു സോ മച്ച്.